കടയിലോ വീട്ടിലൊക്കെ വെച്ച് സംസാരിച്ചാൽ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാ മാറിയൊന്ന് സംസാരിക്കാന്ന് കരുതിയെ. നിനക്ക് ഹൃദയമൊന്നുമില്ലല്ലോ. ഞാൻ നിന്നോട് ഏതെങ്കിലും രീതിയിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത തരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മനസ്സിൽ നിന്ന് കളയണം. എനിക്ക് ആദ്യം പറയാനുള്ളത് അതാ. വേണമെങ്കിൽ അതിന് ക്ഷമ പറയാനും. അച്ഛാ അച്ഛാ ഇത് അതിന് മാത്രമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അല്ലടാ, ഞാൻ ചിന്തിച്ചു. നിന്റെ കാര്യത്തിൽ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് മാത്രമേ ചിന്തിച്ചുള്ളായിരുന്നു. നിന്നെ അധികം പഠിപ്പിച്ചില്ല. ചെറുപ്പത്തിലെ കടയിൽ കൊണ്ടുവന്ന് നിർത്തി. ആര്യനോ ആനന്ദനോ കിട്ടിയ പോലൊന്നും നിനക്ക് അനുഭവിക്കാൻ പറ്റിയില്ല. ദിവസവും രാവിലെ കടയിലെ താക്കോലും ബാഗുമായി എന്റെ കൂടെ കടയിലേക്ക്, രാത്രി തിരിച്ച്. ഇടയ്ക്കുള്ള ജീവിതം കടയ്ക്കുള്ളിൽ ദേഷ്യവും തോന്നും, ചിലപ്പോൾ പക പോലും വന്നേക്കാം. അതിനാ ഞാൻ ക്ഷമ പറഞ്ഞത്. എനിക്ക് ചില വിഷമങ്ങളുണ്ടായി, അത് മറച്ചു വെക്കുന്നില്ല. അതിനപ്പുറം ഒന്നുമില്ല അച്ഛൻ, അത് വിട്ടേക്ക്. എടാ, സത്യത്തിൽ നിന്റെ നന്മയെ കൂടി കരുതിയ ഞാൻ ആ രീതിയിലേക്ക് നിന്നെ കൊണ്ടുവന്നേ. പോട്ടെ, ഇനി അത് പറയുന്നില്ല, വിടാം. ഇനിയുള്ളതൊരു അപേക്ഷ. നീ ഒരു കട തുടങ്ങാൻ പോകുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. ഞാനത് കാര്യമാക്കിയിട്ടില്ലായിരുന്നു. അതൊക്കെ ഒരു എടുത്തുചാട്ടമാണെന്നൊക്കെ വെച്ച് തള്ളിക്കളയായിരുന്നു. പക്ഷെ ഇപ്പൊ അറിയുന്നു, കാര്യമായിട്ട് തന്നെ നിങ്ങൾ ആലോചിക്കണം. അതെ അച്ഛാ, കാര്യമായിട്ട് തന്നെ ആലോചിക്കാം. ഒരു പതർച്ച പോലും ഇല്ലാതെ എന്നോട് നീ പറയുന്നല്ലോ കാര്യമായിട്ട് തന്നെ ആലോചിക്കുകയാണെന്ന്. നിന്റെ അച്ഛനല്ലടാ ഞാൻ. അച്ഛനിൽ നിന്നൊന്നും മറച്ചു വെക്കാതിരിക്കുന്നില്ലേ ശരി? അതല്ലേ അച്ഛൻ അംഗീകരിക്കേണ്ടത്. അപ്പോ നീ സത്യമായിട്ടങ്ങ് വിളിച്ചു പറയുവാണല്ലേ? നീ ഇത്ര പെട്ടെന്ന് വലിയ ഹരിചന്ദ്രനായെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പൊ നീ തഹസീൽദാർ രവീന്ദ്രന്റെ മരുമകനാ. നിന്റെ നാവ് സംസാരിക്കുന്നത് നിന്റെ മനസ്സിൽ നിന്ന് വരുന്നതല്ല, ആ രവീന്ദ്രന്റെ ശബ്ദവും ഭാഷയോ. അച്ഛൻ എന്നെ കളിയാക്കാനാണോ വിളിച്ചത്? നാട്ടുകാര് നിന്നെ എന്നെ കളിയാക്കാതിരിക്കാൻ വേണ്ടിയാ വിളിച്ചേ. എടാ മോനെ, നീ പറയുന്നത് കേക്ക്. ഈ നാട്ടിൽ ഗോമതി സ്റ്റോറിന്റെ അടുത്ത് നിന്റെ ഒരു കട വരിക, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലടാ. വിശദീകരണത്തിനൊന്നും വയ്യച്ച, ഞാൻ കട തുടങ്ങും. അങ്കിളുടെ സഹായവും അതിനുണ്ട്. കേട്ടോ, നീ ആ കട തുടങ്ങാൻ പോകുന്നില്ല. ഈ ഗോമതി സ്റ്റോർ ബാലനാ പറയുന്നേ. ഗോമതിയുടെ സമാധാന ജീവിതത്തിന് ഇത് അവളെ അറിയിച്ചേ തീരൂ. കൃഷ്ണമംഗലത്തുള്ളവരും നമ്മുടെ മക്കളാ. ഈ വീട് സ്വത്തും കൈവിട്ടു പോയാ അവരെങ്ങനെയാ ജീവിക്കാൻ പോകുന്നേന്നൊന്നും എനിക്കറിയില്ലായാലും കാര്യങ്ങൾ ഗോമതി അറിയണം. എന്നാലേ നമ്മുടെ കൊച്ചുമകൾ അനുശ്രീ സുരക്ഷിതയാവും. ഇന്ന് ഞാൻ ഗോമതിയെ കാര്യങ്ങൾ അറിയിക്കും. അതിനുവേണ്ടി എന്നെ അനുഗ്രഹിക്കണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ അമ്മ പറഞ്ഞോ? അതങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ഇവിടെ വച്ച് പറയാനും പറ്റില്ല. അനുമോളും അലോകും തമ്മിലുള്ള ബന്ധം അമ്മ മനസ്സിലാക്കിയെന്ന് തോന്നുന്നു. നമുക്കേ പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം. ഇന്ന് തന്നെ കാണണം. വൈകിട്ട് ഞാൻ അമ്പലത്തിൽ വരാം. അമ്മയ്ക്ക് അവിടെ വരാൻ പറ്റുമോ?